ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഭാരതാംബ വിവാദത്തിൽ നിയമപരമായ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. നിയമ സെക്രട്ടറിയോട് നിയമോപദേശം തേടി. രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വയ്ക്കണമെന്ന് പ്രോട്ടോകോൾ ഉണ്ടോ എന്നതുമാണ് നിയമോപദേശം തേടിയിരിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ ഉപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നും ചീഫ് സെക്രട്ടറി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. നിയമ സെക്രട്ടറിയുടെ മറുപടിക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അതേസമയം മന്ത്രി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനമെന്ന നിരീക്ഷണത്തിൽ രാജ്ഭവനും കൂടുതൽ നടപടിയിലേക്ക് നീങ്ങില്ല എന്നാണ് അറിയുന്നത്. രാജ്ഭവനിലേക്ക് ഇന്നും SFIയുടെ പ്രതിഷേധ മാർച്ചുണ്ട്. വിവരങ്ങളുമായി റഹീസ് റഷീദ് ഉണ്ട്. ഒപ്പം TV പ്രസാദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. റഹീസ് റഷീദിലേക്ക് നമ്മൾ പോകുന്നു. റഹീസ് റഷീദ്, വെരി ഗുഡ് മോർണിംഗ്. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. രണ്ടുപേർക്കും സുന്ദരമായ പ്രഭാതത്തിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം റഹീസിലേക്ക് പോയാൽ. റഹീസ്, രാജ്ഭവന്റെ മുന്നിലാണ് നിൽക്കുന്നത്. രാജ്ഭവനുള്ളിലാണ് ഭാരതാംബയുള്ളത്. ഭാരതാംബയുടെ വിഷയത്തിൽ സർക്കാർ എന്തായാലും പ്രോട്ടോകോൾ ലംഘനം ഒന്നും പരിഗണിക്കുന്നതേയില്ല. അത് അവഗണിക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷേ ഈ വിഷയത്തിൽ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുകയാണോ സർക്കാർ? ഏത് ഭാരതാംബ? ഈ ഭാരതാംബ പ്രോട്ടോകോളിൽ പെടുന്നതാണോ? ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായ ഒരു ഉപദേശത്തിന് വേണ്ടി സർക്കാർ നീങ്ങുകയാണോ റഹീഷ്? ഗുഡ് മോർണിംഗ് അരുൺ. RSS കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വേണമെന്ന നിലപാടിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉറച്ചു നിൽക്കുമ്പോൾ കടുത്ത നടപടികളിലേക്ക് കടക്കാനാകുമോ എന്ന് നിയമപരമായി പരിശോധിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇന്നലെ ചീഫ് സെക്രട്ടറി നിയമ സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമോപദേശം നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, രാജ്ഭവനിൽ നടക്കുന്ന അനൗദ്യോഗിക പരിപാടികൾ ആണെങ്കിൽ പോലും ആ പരിപാടികൾ അതിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന, അതിൻ്റെ ചിലവുകളും മറ്റും വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അങ്ങനെയുള്ള പരിപാടികളിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണം, ഏതൊക്കെ കൊടികൾ വെക്കണം എന്നത് നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോട്ടോകോൾ ഉണ്ടോ? ഇനി അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് അതിൽ എന്ത് ചെയ്യാനാകും? പ്രത്യേകിച്ച് മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് അത് ഉത്തരവായി ഇറക്കി ഗവർണറെ, രാജ്ഭവനെ അറിയിക്കാൻ കഴിയുമോ? അതല്ല മറ്റ് സാധ്യതകളൊന്നുമില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്ക് ഗവർണർക്കൊരു കത്ത് നൽകാൻ കഴിയുമോ? ഇനിയുള്ള പരിപാടികളിൽ, അത് അനൗദ്യോഗിക പരിപാടിയാണെങ്കിൽ പോലും അവിടെ RSS കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയെ വെക്കരുത് എന്നൊരു നിർദ്ദേശം, ഒരു ശുപാർശ, ഒരു ഉപദേശം നൽകാൻ കഴിയുമോ എന്ന കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരുത്തണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിയമ സെക്രട്ടറിയുടെ മറുപടി ഉടൻ തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ തുടർ നടപടികൾ. രാവിലെ രാജ്ഭവന്റെ മുന്നിൽ പ്രതിഷേധമൊന്നുമില്ലല്ലോ. SFIയുടെ പ്രതിഷേധം എന്നുള്ളതെന്ന് അറിയുന്നുണ്ട്. SFI പ്രതിഷേധം രാവിലെ 11:30 നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഈ രാജ്ഭവനിലേക്കാണ് പ്രതിഷേധം വരുന്നത്. ഇതിന് ഏതാണ്ട് ഒരു 100 മീറ്റർ അകലെ വെച്ചാണ് സാധാരണ രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ പരിപാടികൾ ബാരിക്കേഡ് വെച്ച് തടയുന്നത്. അത് ഇന്നലെ DYFIയുടെ പരിപാടി പോലെ തന്നെ ഇന്നും അതും തടയും. നമുക്ക് ഇതിനകത്തെ സർക്കാരിന് പുറത്തുള്ള, അല്ലെങ്കിൽ രാജ്ഭവൻ സർക്കാർ പോരാട്ടത്തിന് പുറത്തുള്ള രാഷ്ട്രീയ പോരാട്ടം നോക്കുമ്പോൾ അതിലേക്ക് ആദ്യം കളത്തിലുണ്ടായിരുന്നത് CPIയും AYFും ആയിരുന്നെങ്കിൽ അതിലേക്ക് CPMന്റെ ഒരു എൻട്രിയാണ് കാണുന്നത്. അതായത് ഒരേ സമയം നിയമപരമായ പോരാട്ടവും രാഷ്ട്രീയപരമായ പോരാട്ടവും നടത്തി ഗവർണറെ സമ്മർദ്ദത്തിലാക്കി, അല്ലെങ്കിൽ ഗവർണറുടെ തീരുമാനം ഭരണഘടനയ്ക്ക് എതിരാണ് എന്ന് ആളുകളെ കൂടി ധരിപ്പിച്ച് മുന്നോട്ട് പോവുക എന്ന തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്നലെ DYFI, ഇന്ന് SFI, നാളെ ഒരുപക്ഷെ CPIMന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പരിപാടിക്കും സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. TV പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. TV പ്രസാദ്, ഇതിൽ രാജ്ഭവന്റെ നീക്കവും കൂടി ശ്രദ്ധേയമാണ്. എനിക്ക് തോന്നുന്നു ഈ വിഷയം അവഗണിക്കാനാണ് സർക്കാരിന്റെ ഒരു ഘട്ടത്തിലെ തീരുമാനം. അതായത് പ്രോട്ടോകോൾ ലംഘനത്തിനൊന്നും മറുപടി കൊടുത്ത് വഷളാവാനില്ല. നിയമോപദേശം തേടിയതിനു ശേഷം സർക്കാർ ആ വഴിക്ക് പോകുന്നു. രാജ്ഭവൻ എങ്ങനെയാണ് നീങ്ങാൻ പോകുന്നത്? പ്രോട്ടോകോൾ ലംഘനം എന്നൊക്കെ ചില ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടായതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്ഭവന് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഭാരതാംബ എവിടെ ഉണ്ടാവും? അതാണ് രാജ്ഭവന്റെ നീക്കം, അല്ലേ? അതെ അരുൺ, ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ ഇന്നലത്തെ വിഷയത്തിൽ തുടർ നടപടികളിലേക്ക് രാജ്ഭവൻ നീങ്ങില്ല എന്നുള്ളതാണ് രാജ്ഭവൻ വിശദമാക്കുന്നത്. ഇന്നലെ മന്ത്രിക്കെതിരെ പ്രോട്ടോകോൾ ലംഘനമെന്നും രാജ്ഭവനെ അപമാനിച്ചെന്നുമുള്ള അതിരൂക്ഷമായ പ്രസ്താവന, ആ പ്രസ്താവനയിൽ തന്നെ ഒതുക്കി നിർത്താനാണ്, അതായത് അവസാനിപ്പിക്കാനാണ് രാജ്ഭവന്റെ നിലവിലുള്ള തീരുമാനം എന്നുള്ളതാണ്
ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രപതിക്ക് കത്ത് നൽകുക, സർക്കാരിന് കത്ത് നൽകുക, ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകുക തുടങ്ങിയ മറ്റ് നടപടികളിലേക്കൊന്നും രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് കടക്കുന്നില്ല. ഇന്നലത്തെ പരിപാടി അവിടെ അവസാനിക്കുന്നു. അവിടെ തന്നെ മറ്റൊരു ചോദ്യമുള്ളത്, ജനാധിപത്യത്തിന്റെ ഭാഗമായി അതല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ചു കഴിഞ്ഞാൽ രാജ്ഭവന് എന്ത് ചെയ്യാൻ കഴിയും എന്ന നിയമപരമായ ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് എന്നതാണ്. എന്തായാലും ഇനിയിപ്പോൾ ആ കാര്യത്തിൽ തുടർന്നീക്കത്തിലില്ല. പക്ഷേ അരുൺ, രാജ്ഭവൻ നിലപാട് ഘടിപ്പിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്ത് പരിപാടിയായാലും ഉദ്ഘാടനമുണ്ടെങ്കിൽ അവിടെ വിളക്ക് തെളിയിക്കുന്നത് ഭാരതാംബയുടെ ചിത്രത്തിന്റെ മുന്നിലായിരിക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്നലെ പൂർണ്ണമായി രാജ്ഭവൻ മാറി. അതായത് ഇനിയിപ്പോൾ സർക്കാരിന്റെ ഉദ്ഘാടനമില്ലാത്ത പരിപാടികൾ മാത്രമേ അവിടെ നടക്കൂ. ഉദാഹരണം പറഞ്ഞാൽ ജഡ്ജിമാരുടെ സത്യപ്രതിജ്ഞ പോലെ, കേരളശ്രീ അവാർഡ് വിതരണം പോലെയുള്ള ലളിതമായ മറ്റു ഉദ്ഘാടനമൊന്നുമില്ലാത്ത 5-10 മിനിറ്റിനകം തീരുന്ന കുറെ ചടങ്ങുകൾ ഭരണഘടനാപരമായി അവിടെ നടക്കാറുണ്ട്. ആ പരിപാടികൾ മാത്രമാണ് നടക്കാൻ സാധ്യത. എവിടെയൊക്കെ ഉദ്ഘാടനമുണ്ടോ ആ ഉദ്ഘാടനത്തിലെല്ലാം ഭാരതാംബയും ഉണ്ടാകും. അതുകൊണ്ട് സർക്കാർ ആ പരിപാടിക്കൊന്നും ആ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാജ്ഭവൻ എന്തായാലും ശിവൻകുട്ടിയുടെ വിഷയം ഇന്നലെ അവിടെ അവസാനിപ്പിച്ചു. പലതവണ പ്രസാദ് രാജ്ഭവനിൽ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ രാജ്ഭവനിൽ ഇതിനു മുമ്പൊന്നും നമ്മൾ ഈ പടം കണ്ടിട്ടേ ഇല്ലല്ലോ അല്ലേ? അവിടെ ഈ പടം വെച്ച് അങ്ങനെ ഒരു നീക്കമൊന്നും നടത്തിയിട്ടില്ല. ഇല്ല അരുൺ, അതായത് നമുക്ക് ഉണ്ടായ ഒരു സംശയം ഉണ്ടല്ലോ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പരസ്യമായ ഒരു പോരാളിയായിരുന്നു നേരത്തെ ഗവർണർ. ആ ഗവർണറെ മാറ്റി ഒന്നുകൂടി RSSനും BJPക്കും ഒരു സ്വാധീനം കിട്ടുന്ന നിലയിലേക്ക് രാജ്ഭവനെ മാറ്റുന്ന മറ്റൊരാളെ കൊണ്ടുവരിക എന്നതായിരിക്കുമല്ലോ സ്വാഭാവികമായി കേന്ദ്രത്തിന്റെ ലക്ഷ്യം. രാജേന്ദ്ര അർലേക്കർ വരുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം എന്നുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പല തലത്തിലായിരിക്കുമെന്ന്. പക്ഷേ ഇതിലുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണത്. അതായത് നേരത്തെ ഉണ്ടായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായ ഏറ്റുമുട്ടലിലേക്കാണ് പോയതെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട രഹസ്യമായി നടപ്പാക്കുന്നു എന്നുള്ളതാണ് രാജേന്ദ്ര അർലേക്കറിനുള്ള വ്യത്യാസം. പക്ഷെ അത് പറയുമ്പോഴും ഈ വ്യക്തിപരമായ ബന്ധം ഇത്രയേറെ ഒരു ഗവർണറും മുഖ്യമന്ത്രിയുമായും അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റു പ്രതിനിധികളുമായും ഉണ്ടായ കാലഘട്ടമില്ല എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ആദ്യമായിട്ടായിരിക്കാം പിറന്നാളിന് ഗവർണർ വീട്ടിൽ പോയി അങ്ങോട്ടേക്ക് സമ്മാനം കൊടുക്കുന്നത്. എന്തായാലും കൃത്യമായി നടപ്പിലാക്കുന്നു. പക്ഷേ സംഭവം വീണ്ടും അടിച്ചു പിരിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ റഹീസുണ്ട്, റഹീസ് അവിടെ തൊട്ടു പിന്നിൽ ഒരു ചേച്ചി നിന്ന് തൂത്ത് കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ റഹീസിനോട് കാര്യം ചോദിക്കാൻ വന്ന, ഈ വിവാദങ്ങളൊക്കെ സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളല്ലല്ലോ. ഈ ഗവർണർക്ക് ഇത്തരം ഒരു വിവാദം നടത്തേണ്ട ഒരു പശ്ചാത്തലമേ ഉണ്ടായിരുന്നില്ലല്ലേ? റഹീസൊക്കെ അവിടെ പലപ്പോഴും പോയിട്ടുള്ളതല്ലേ? ഇങ്ങനെ ഒരു ഭാരതാംബയുടെ ഇത് വെക്കുക, അങ്ങനെ ഒരു കാവ്യവൽക്കരിക്കുക. നേരത്തെ TV പ്രസാദ് പറഞ്ഞ പോലെ ഒരു പരസ്യ പോരാളിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെങ്കിൽ ഒളിപ്പോര് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഗൂഢനീക്കങ്ങൾ പലപ്പോഴും രാജേന്ദ്ര അർലേക്കർ നടത്തുന്നുണ്ടോ? ചിരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വെടിപ്പായി നടപ്പാക്കുന്ന കക്ഷിയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നൊരു ചോദ്യം. പക്ഷേ നമ്മൾ മീഡിയ സുഹൃത്തുക്കളോടൊക്കെ വളരെ സുഹൃത്താണല്ലോ അല്ലേ ഈ രാജേന്ദ്ര അർലേക്കർ? നേരത്തെ അരുൺ പറഞ്ഞ വാക്കെടുത്താൽ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ഒരു പ്രതീതി, ഒരു പണിയാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇന്നലെ മന്ത്രിസഭയിലെ ഒരു അംഗവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. ഇതിനേക്കാൾ എത്ര ഭേദമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. പുള്ളി ഉപയോഗിച്ച വാക്ക് വാ പോയ കോടാലി പോലെ എന്തൊക്കെയോ പറഞ്ഞു പോകും. പക്ഷേ ഇതങ്ങനെയല്ല. അതിലൊരു പ്രശ്നമായി പറഞ്ഞത് അടിമുടി RSSകാരനാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അതുകൊണ്ട് അവരുടെ നയങ്ങൾ, അവരുടെ നിലപാടുകൾ എങ്ങനെ കൃത്യമായി നടപ്പിലാക്കണം എന്ന് അറിയാം. ഇതിനകത്ത് നേരത്തെ അരുൺ ചോദിച്ച കാര്യം, ഈ RSS കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രം സ്ഥിരമായി അവിടെ പ്രതിഷ്ഠിച്ചതല്ല. കഴിഞ്ഞ ദിവസം ഇതിനകത്തൊരു പരിപാടിക്ക് മിനിഞ്ഞാന്ന് ഞാൻ പോയിരുന്നു. അപ്പോൾ അതൊരു സ്ഥിരമായി പ്രതിഷ്ഠിച്ചതല്ല അരുൺ. അവിടെ ഒരു കസേരയിൽ ഒരു വേദി, ഒരു ഹാളുണ്ട്, ഒരു വലതുവശത്ത് ഒരു കസേര വെച്ചിട്ട് സമയം കഴിഞ്ഞു പോയോണ്ടാണ് റഹീസ് തിരിച്ചു വരാം. റഹീസ് പറഞ്ഞ പോലെ എടുത്തു മാറ്റാൻ പറ്റുന്ന ഭാരതാംബ അവിടെ വെച്ചേക്കുന്നത്. താങ്ക് യു റഹീസ്, താങ്ക് യു TV പ്രസാദ്. എന്തായാലും പ്രസാദും റഹീസും പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ എന്താ നടക്കാൻ പോകുന്നത്? സർക്കാർ അവിടെയുള്ള ഉദ്ഘാടന പരിപാടി വേണ്ടെന്ന് വെക്കും, അതോടുകൂടി പരിപാടി പൂട്ടും. പിന്നെ രാജ്ഭവനിൽ നടക്കുന്ന അനൗദ്യോഗിക പരിപാടിയാണ്, അവിടെ ഇത് ഫോട്ടോ വെച്ച് നമുക്കെന്താ. പക്ഷേ പ്രശ്നം എന്താ? മറ്റ് ഭരണഘടനാപരമായ പരിപാടികളിൽ ഈ ഭാരതാംബയെ ഉപയോഗിക്കാൻ ഗവർണർക്ക് കഴിയില്ല, രാജ്ഭവന് കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും അത് വേറൊരു തലത്തിലേക്ക് വളരുകയാണ്. ഭാരതാംബയുടെ പേരിലൊക്കെ ഇങ്ങനെ വേറെ കാര്യമുള്ളൂ. നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നാട്ടുകാർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര സന്തോഷം.